ജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മീലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ഓം മുദാകരാത്തമോദകം സദാ വിമുക്തിസാധകം കലാധരാവതംസകം വിലാസിലോകരക്ഷകം അനായകൈകനായകം വിനാശിതേ ഭദൈത്യകം നതാശുഭാശുനാശകം നമാമീതം വിനായകം. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗരുചിഭിः വശിന്യാദ്യാഭിസ്ത്വാം സഹജനനീ സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹതാം ഭംഗിരുചിഭിः വചോഭിർവാഗ്ദേവീ വദനകമലാമോദമധുരൈः. മാണിക്യപ്രതിമപ്രഭാം ഹിമനിഭൈത്തുംഗൈശ്ചതുർഭിർഗജൈः ഹസ്താഗ്രാഹിതരത്നകുംഭസലിലൈരാസിച്യമാനം മുദാ ഹസ്താബ്ജൈർവരദാനമംബുജയുഗ ഭീതിർദധാനാം ഹരികാന്താം കാംക്ഷിതപാരിജാതലതീകാം വന്ദേ സരോജാസനാം. ഓം ശ്രീമാത്രേ നമഃ. കർണാലങ്കാരത്തെ കുറിച്ചുള്ളതാണ്. കർണം എന്ന് പറഞ്ഞാൽ എന്താ? കാത് അല്ലെ? കദംബ മഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര. നന്നായിട്ട് ശ്രദ്ധിച്ചോളൂ വായിക്കുന്നത് എങ്ങനെ. കദംബ മഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര. ഒരിക്കൽ കൂടി വായിക്കാം. കദംബ മഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര. കദംബ വൃക്ഷം, അതിന്റെ പുഷ്പമുണ്ടല്ലോ, ആ വൃക്ഷത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുമിച്ചാണത്ര ഈ പൂവുണ്ടാവുക. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഈ കദംബ വൃക്ഷത്തിന്. അതിലായിട്ട് പൂവുണ്ടായ ഒരൊറ്റ കൊമ്പിലും ഒരു പൂവുണ്ടാവാണ്ടിരിക്കില്ല. വൃക്ഷത്തിന്റെ എല്ലാ ഭാഗത്തും ഒരുമിച്ച് പൂവുണ്ടാവും ഇതില്, കദംബ വൃക്ഷത്തിൽ. അതിലെ കദംബ വൃക്ഷത്തിന്റെ ആ മഞ്ചരി, പൂക്കുല, എന്താ പറയാ, പൂങ്കുല എന്നൊക്കെ പറയാറില്ലേ, പൂങ്കൊത്ത് അല്ലെങ്കിൽ പൂങ്കുല. കദംബ വൃക്ഷത്തിന്റെ പൂക്കുല അല്ലെങ്കിൽ പൂങ്കുല, ആ പൂങ്കുലയാൽ തീർത്ത, ക്ലിത്ത എന്ന് പറഞ്ഞാൽ തീർത്ത, ഉണ്ടാക്കിയിട്ടുള്ള കദംബ വൃക്ഷത്തിന്റെ പൂങ്കുലയാൽ ഉണ്ടാക്കിയിട്ടുള്ള എന്താണ്? കർണപൂര മനോഹര. അതിൽ തീർന്ന ആ കർണപൂരം, ആ കർണാലങ്കാരം താൽ മനോഹരിയായവളാണ്. അപ്പൊ കർണത്തില്, കാതില് പൂ വെക്കുക എന്നുള്ള ഒരു സമ്പ്രദായമാണ്. ഇപ്പൊ നമ്മള് ചിലപ്പോൾ ചിലവർ കളിയാക്കാറുണ്ട്, കാതിൽ പൂ വെക്കുകയാണ്. ചില എവിടെയുള്ള ആൾക്ക് ഞാൻ കേട്ടിട്ടുള്ളതാണ്. ഈ ചെവിന്റെ ഇടയിലൊക്കെ തുളസി പൂ വെക്കണം വളരെ നല്ലതാണെന്നാണ് നമ്മൾ ശാസ്ത്രം പറയുന്നത്. ഇവിടെ ലളിത സഹസ്രനാമത്തിൽ തന്നെ വൃത്തമായിട്ട് പറയുന്നു. അത് വെറുതെ അല്ലല്ലോ വാഗ്ദേവന്മാർ ഇത് എഴുതാനുള്ള കാരണം. അപ്പൊ ഭഗവതിയുടെ കർണത്തിന് അലങ്കാരമാണ് ഏത്? കദംബ വൃക്ഷത്തിന്റെ പൂങ്കുല. ആ പൂങ്കുല വളരെ മനോഹരമായിട്ടാണ് അതുകൊണ്ട് തീർത്തിട്ടുള്ള ആ കർണപൂരം അല്ലെങ്കിൽ ആ കർണാലങ്കാരത്തോടെ അതിമനോഹരിയായിട്ടുള്ളവളാണ് ആര്? ലളിത പരമേശ്വരി. മനസ്സിലായ? കദംബ മഞ്ജരീ ക്ലിപ്ത, കദംബ വൃക്ഷത്തിന്റെ പുഷ്പം അല്ലെ. മഞ്ജരി എന്ന് പറഞ്ഞാല് പൂങ്കുല, ക്ലിപ്ത എന്ന് പറഞ്ഞാൽ തീർത്തത്, ഉണ്ടാക്കിയ. കടമ്പിൻ വൃക്ഷത്തിന്റെ പൂക്കുലയാൽ തീർത്ത കർണാലങ്കാരം കൊണ്ട മനോഹരിയായവൾ, കർണപൂര മനോഹര. കർണാലങ്കാരം കൊണ്ട് അതിമനോഹരിയായിട്ടുള്ളവൾ എന്ന് നാമത്തിന് അർത്ഥം.
പുഷ്പങ്ങളൊക്കെ സാധാരണ ഉത്തമാംഗങ്ങളിൽ വെക്കുക എന്നാ പറയാ. പുഷ്പങ്ങള് വെക്കേണ്ടത് ഉത്തമാംഗങ്ങളിലാണ്. നമ്മളെ ഉത്തമാംഗങ്ങൾ ഏതൊക്കെയാണ്? ശിരസ്സല്ലേ പ്രധാനം, അല്ലെ? അതുകൊണ്ടാണ് സ്ത്രീകള് ശിരസ്സിൽ പൂ വെക്കാൻ കാരണം, കാതിലൊക്കെ വെക്കാനുള്ള കാരണം ഉത്തമാംഗങ്ങളിൽ വെക്കുക എന്നാണ് പുഷ്പം. നമ്മളെ ഉത്തമമായ അംഗം ശിരസ്സാണ്, അത് കഴിഞ്ഞിട്ടുള്ളൂ മറ്റുള്ള ഭാഗം. അതുകൊണ്ടാണ് പൂജാപുഷ്പങ്ങളൊക്കെ നമ്മൾ ശിരസ്സിൽ വെക്കാനുള്ള കാരണം.